പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതെല്ലാവരോടും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷമാണ്, സങ്കടമാണ്, എല്ലാ കാര്യത്തിലും പങ്കുവെക്കുന്നതാണ്. അപ്പൊ ഇന്ന് വന്നിട്ട് എന്താ പറയാ, നമ്മള് പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ഞാനും എൻ്റെ പെങ്ങളും മുർഷിദയും കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഓൺലൈൻ സ്റ്റോർ, അതായത് ലേഡീസ് കിഡ്സ്, അതായത് ചെറിയ കുട്ടികളതും വലിയ ആളുകളതും മാക്സികളുണ്ട്, ടോപ്പുകൾ എല്ലാം നിങ്ങൾക്ക് ചെറിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ജാസിയ മോൾ എന്ന് പേരായ ഒരു ഫാമിലി വ്ളോഗർ ഉണ്ടായിരുന്നു. ആ കുട്ടി കേവലം ദാമ്പത്യ ജീവിതം 4 മാസമേ ആശിക്കൊത്ത് മുന്നോട്ട് പോയിട്ടുള്ളൂ. നമുക്കൊക്കെ അറിയാം. അങ്ങനെ ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ മജ്ജയിൽ എന്തോ ക്യാൻസർ വന്ന് അള്ളാഹുവിൻ്റെ ഖദാഇൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തില്ല, മരിച്ചുപോയി. സ്വാഭാവികമായിട്ടും അക്കാലത്ത് അവരുടെ ഭർത്താവായ ആശയ്ക്ക് വല്ലാതെ വേദന അനുഭവിച്ചിരുന്നു. പക്ഷേ നമ്മളൊക്കെ ആ വ്ളോഗ് കണ്ടിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ആ ജാസിയയെ സ്നേഹിച്ച ഒരു ആത്മാർത്ഥമായ പുരുഷനായിരുന്നു യഥാർത്ഥത്തിൽ ആശയ്ക്ക്. നമ്മളെല്ലാം കണ്ടിട്ടുണ്ടത്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ അതൊക്കെ മറന്നു. ജാസിയ ആശയ്ക്കിൻ്റെ മരണം കഴിഞ്ഞു 5-8 മാസമായി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ജാസിയയുടെ ഖബറിങ്ങൽ പോവൽ മറന്നു, ജാസിയയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മറന്നു. മാത്രമല്ല മരണസ്മരണ തന്നെ ഇല്ലാതായി. സ്വാഭാവികമായിട്ടും ഞാനതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ അവസ്ഥകളൊക്കെ. ഇപ്പോൾ എന്താ പറയുക, ആശയ്ക്കിൻ്റെ അനുജൻ്റെ വിവാഹം നടന്നതിൻ്റെ കോപ്രായത്തങ്ങൾ നമ്മൾ കണ്ടു. ഞാനതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അതല്ല. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നില്ല ആശയ്ക്ക് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ പുതിയ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, മുർഷിദ ഐറ ഓൺലൈൻ സ്റ്റോർ എന്ന പേര്. അപ്പൊ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇടുന്നുണ്ട്. പക്ഷെ ഫസ്റ്റത്തെ വീഡിയോ എന്നുള്ള രീതിയിലാണ് പുതിയ സംരംഭം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാനും മുർഷിദയാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതുവരെ ഞങ്ങളൊക്കെ സഹകരണ സപ്പോർട്ട് ഉണ്ടാകും, ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സാധനങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാ ഉള്ളതെന്ന്. നമുക്ക് വരുന്നത് 3 പീസ് ഐറ്റംസ് വരുന്നുണ്ട്. 3 പീസ് നമ്മളിപ്പോ ഓണായിട്ട് ഒരുപാട് ഓഫറിലാണ് കൊടുക്കുന്നത്. 3 പീസ് ഷോള് നല്ല മെറ്റീരിയൽ ആണ്, കാര്യങ്ങളൊക്കെ നല്ല ഐറ്റം ആണ്. ഇതിന് വരുന്നത് നമുക്ക് എന്തുകൊണ്ടെന്നാൽ അതൊരു ബിസിനസ്, അഥവാ റെഡിമെയ്ഡുകളുടെ ഒരു ബിസിനസ് ഈ ആശയ്ക്ക് തുടങ്ങിയതായിട്ട് ആശയ്ക്ക് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും ബിസിനസ് നല്ല കാര്യമാണ്. യൂട്യൂബ് നിർത്താൻ കഴിയുമെങ്കിൽ അത് നന്ന്. അപ്പം നിങ്ങളെന്താ കാക്ക നിർത്താത്തത്? ഞാൻ പറയുന്നത് പോലെയല്ല ആശയ്ക്ക് പറയുന്നത്. ആശയ്ക്ക് സ്വാഭാവികമായിട്ടും ആശയ്ക്ക് ഇനിയും ഈ ഫാമിലി വ്ളോഗിലേക്ക് തിരിഞ്ഞാൽ, ഇപ്പോൾ സ്വന്തമായിട്ടുള്ള വ്ളോഗിൽ പോലും ആശയ്ക്ക് ദൈവികമായ ദർശനത്തിൽ നിന്ന് വളരെ പിറകോട്ട് പോയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവിക നിയമങ്ങളെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഓരോ സമയവും ഈ ആശയ്ക്കിൻ്റെ ഓരോ പ്രവൃത്തിയും നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വ്ളോഗിൽ പരസ്യമായിട്ട് വളരെ മോശമായ രീതിയിലുള്ള പ്രകടനങ്ങളാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇപ്പോൾ ആ വ്ളോഗ് നിർത്തുന്നു എന്ന് അറിയുന്നു. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് വിവരം കിട്ടുന്നുവെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ പറയണം. ഞാൻ അങ്ങനെയാണ് കേട്ടത്. മാത്രമല്ല അത് ആശയ്ക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇനി അത് നിർത്തുകയാണ്, വ്ളോഗ് നിർത്തുകയാണ്. കാരണം അട്ടനേകം FIs ഉള്ളതിനാൽ, അഥവാ കൂടുതൽ തിരക്കുള്ളതിനാൽ എനിക്ക് വ്ളോഗ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി റെഡിമെയ്ഡ് ബിസിനസ്സിലേക്ക് തിരിയുകയാണ്. തീർച്ചയായിട്ടും അൽഹംദുലില്ലാഹ് ഖൈർ. അദ്ദേഹം അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് ആ ബിസിനസ്സിൽ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആദർശം കൈയൊഴിയാതെ ആശിക്കിനോടായാലും ആശിക്കിൻ്റെ കുടുംബത്തോടായാലും അനുജനോടായാലും ഒക്കെ ഞാൻ ഉപദേശിക്കുന്നു. ആദ്യമായിട്ട് നമ്മളൊക്കെ വെള്ളിയാഴ്ച ഓരോ ഖുതുബയിലും കേൾക്കുന്നത് പോലെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കൂ, ഇത്തഖൂ റബ്ബക്കും ഇത്തഖൂ റബ്ബക്കും ഇത്തഖൂ റബ്ബക്കും നമ്മൾ കേട്ട് മടുത്തിട്ടുള്ളതാണ്. എന്താ വാക്ക്? അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ ഇടപാടുകളും നടത്തുക എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ ഒരു സംരംഭവുമായി ആശയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുകയാണ്. റെഡിമെയ്ഡ് ബിസിനസ് തീർച്ചയായിട്ടും ലാഭകരമായ ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് പ്രത്യേകം ആളുകളിലും മറ്റും വിൽപ്പന ചെയ്യപ്പെട്ടാൽ കൂടുതൽ ലാഭം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. നല്ല ബിസിനസ് ലഭിക്കുകയാണെങ്കിൽ ഒരു ദിവസം തീർച്ചയായിട്ടും ഒരു ദിവസം 5000-10000 രൂപ ലാഭമെടുക്കാൻ മാത്രം
വലിയ വലിയ മാളുകളിൽ നിന്ന് ബിസിനസ് പരമായ ലാഭം ലഭിക്കും. മാത്രമല്ല ചുളുവിലക്ക് അഥവാ ഹോൾസെയിൽ വിലക്ക്, ചുളുവിലക്ക് തന്നെ ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് സാധനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതിന് പ്രത്യേക റേറ്റുകളൊക്കെ തീരുമാനിക്കുന്നത് എല്ലാവർക്കും അറിയാം, ആ കച്ചവടക്കാർ തന്നെയാണ്. അതിന് ഒരു മാക്സിമം റീറ്റെയിൽ പ്രൈസ് കാണത്തില്ല. അതുകൊണ്ട് അവർ തീരുമാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ വസ്തുവിൻ്റെ വില. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബിസിനസ് അപ്പോൾ അത് കൊള്ളലാഭമല്ലേ എന്ന് ചോദിക്കാം. യഥാർത്ഥത്തിൽ തീർച്ചയായും അത് ഓരോരുത്തരുടെ മനസാക്ഷിയാണ്. മാത്രമല്ല നമ്മൾ വഞ്ചനയൊന്നും ചെയ്യുന്നില്ലല്ലോ. ആ വസ്ത്രം ആളുകൾക്ക് മുമ്പിൽ വെതറിയിട്ടിരിക്കുകയാണ്. അവർക്ക് അത് ഇഷ്ടമുള്ളത് രീതിയിൽ നോക്കിയിട്ട് ഇഷ്ടമുള്ള മാതിരി എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതല്ലാതെ അതിൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന മീൻ പോലെ ഫോർമാലിൻ ചേർത്ത മീനോ പാരഫിൻ ലിക്വിഡ് ചേർത്ത വെളിച്ചെണ്ണയോ നോക്കണം, അതോടൊപ്പം തന്നെ കാർബൈഡ് ചേർത്ത മാങ്ങയോ ഒന്നുമല്ല ലഭിക്കുന്നത്. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ചെന്നാൽ കിട്ടുന്നത് വഞ്ചനകൾ. നമ്മൾ വഞ്ചനകളിൽ പെട്ടുപോവുകയാണ്. ഒട്ടനേകം ചതിപ്രയോഗങ്ങളിൽ നിർബന്ധിതനാകുന്നുണ്ട് നമ്മളൊക്കെ. ഞാനത് പറയേണ്ട ആവശ്യമില്ലാത്ത വണ്ണം എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ റെഡിമെയ്ഡ് സാധനമായാലും അതോടൊപ്പം തന്നെ മറ്റു സാധനങ്ങളായാലും അത് പരത്തി വെച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് വാങ്ങിയാൽ മതി. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് തീർച്ചയായിട്ടും നിഷിദ്ധമാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ലാഭം എത്രയും എടുക്കാം, അത് ആ ഉടമസ്ഥൻ്റെ മനസാക്ഷി പോലെയാണ്. കാരണം എല്ലാവരും ആ സംഭവം കാണുന്നുണ്ടല്ലോ, ഇന്ന വസ്തുവിന് എന്താണ് വില എന്ന്. അവിടെ ആശയ്ക്ക് വിൽക്കുമ്പോൾ അപ്പുറത്തുള്ള ഒരു ഗഫൂറിൻ്റെ അടുക്കൽ പോയിട്ടും അന്വേഷിച്ച് വാങ്ങാവുന്ന ഒരവസ്ഥയാണ് ബിസിനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ആ ബിസിനസ്സിൽ പ്രയത്നമുണ്ട്. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ലേറ്റസ്റ്റ് മോഡലാവാം, പിന്നീട് അതിൻ്റെ ട്രെൻഡ് നഷ്ടപ്പെടാം. അപ്പോൾ അത്തരത്തിലൊക്കെ അവർ ആ വസ്തുക്കൾ വെറുതെ വേസ്റ്റായിട്ട് പോകും. അങ്ങനെ വേസ്റ്റായിട്ട് കരിച്ചു കളയുന്ന രീതിയുണ്ട്. അപ്പോൾ ആ നഷ്ടം ലാഭവും രണ്ടും ബിസിനസ്സിൽ നമുക്ക് രണ്ടുമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞത് അതാണ്. ബിസിനസ്സിൽ നമുക്ക് നമ്മുടെ അധ്വാനമുണ്ട്, ഭാഗ്യപരീക്ഷണമല്ല അത്. അതുകൊണ്ടാണ് ലോട്ടറി നിഷിദ്ധം എന്ന് പറഞ്ഞത്. ഭാഗ്യപരീക്ഷണം ഒരിക്കലും നമുക്ക് എന്തല്ല, നമുക്ക് ഹലാലല്ല, അനുവദനീയമല്ല. അതുകൊണ്ടാണ് എൻ്റെ നാട്ടിൽ ഒരു ജ്വല്ലറിക്ക് വേണ്ടി ആളുകളിൽ നിന്ന് പണം പിരിച്ചിരുന്നു. അത് പിരിക്കാൻ വന്നിരുന്നത് നല്ല മുസ്ലിംമാരും ഭയങ്കര വെള്ളത്തലയക്കെട്ടൊക്കെ കിട്ടിയവരാണ്. അപ്പോൾ എൻ്റെ വീട്ടിലും അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 5 ലക്ഷം അഥവാ 1 ലക്ഷം രൂപ തരികയാണെങ്കിൽ ഞങ്ങൾ മാസം നിങ്ങൾക്ക് 3000 രൂപ ലാഭം തരാമെന്ന് പറഞ്ഞു. കാരണം റെഡിമെയ്ഡ് കച്ചവടം അത്രമാത്രം ലാഭകരമാണ് എന്നാണ് അവർ നമ്മളെ ബോധിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായി എല്ലാ മാസവും 3000 രൂപ വെച്ച് എനിക്ക് 1 ലക്ഷത്തിന് തരാൻ കഴിയുമോ യഥാർത്ഥത്തിൽ? മാത്രമല്ല കഴിയാതെ വന്നാലോ പ്രശ്നങ്ങൾ വരില്ലേ? നിങ്ങൾ എനിക്ക് 3000 തന്നില്ല, പിറ്റത്തെ മാസം 2000 തന്നാൽ നിങ്ങൾ ഈ പറഞ്ഞതിനനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടും, അത് പ്രശ്നങ്ങൾക്ക് ഇട നൽകും. മാത്രമല്ല പറഞ്ഞു ആദ്യം തന്നെ ഉറപ്പിക്കുന്നത് പലിശ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിയുന്നു? കാരണം 13-36 1 ലക്ഷം രൂപക്ക് ഒരു കൊല്ലത്തിൽ എനിക്ക് 36,000 രൂപ എൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. കേവലം ഒരു SB അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിൽ കേവലം ഒരു 3,500 രൂപ മാത്രമാണ് എനിക്കൊരു വർഷത്തിൽ കിട്ടുക. അതിനു പകരം എനിക്ക് 36,000 രൂപ കിട്ടുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് അതിലേക്ക് കൊതിപ്പിക്കുകയാണ്. വരുന്നത് വലിയ വലിയ നേതൃത്വത്തിലുള്ളവർ ബിസ്മി ചൊല്ലിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയും സലാത്ത് ചൊല്ലിയും ഫാത്തിഹ ചൊല്ലിയും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഷെയർമാരെ ചേർക്കുന്നത്. അതൊരിക്കലും ശരിയല്ല, അത് പലിശ പോലെ തന്നെയാണ്. ഞാൻ പറയുന്നത് ആശിക്കിൻ്റെ ബിസിനസ്സിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ആശിക്ക് നല്ലവണ്ണം അങ്ങനെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ഉയർന്നു വരും എന്ന ഒരു വിശ്വാസവും ഒരു ഉറപ്പും ആശിക്കിനുണ്ടെങ്കിൽ അള്ളാഹു ആ ബിസിനസ്സിൽ ഹൈറ് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ആശിക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ബിസിനസ് മാത്രമല്ല തൻ്റെ കുടുംബത്തിലും അംഫുസക്കും വാഹലിക്കും നാറ എന്നാണ് പറഞ്ഞത്. ആദ്യം തൻ്റെ കുടുംബത്തെയും നന്നാക്കണം. ഞാനിപ്പോൾ സങ്കടകരമായത് വീണ്ടും വീണ്ടും പറയാണ്. ആ ആശിക്ക് തൻ്റെ അനുജന് വേണ്ടി നടത്തിയിട്ടുള്ള വിവാഹത്തിൽ നിക്കാഹ് അല്ലാത്ത മുഴുവനും അനിസ്ലാമികമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊരു വലിയ സങ്കടകരമായ സംഗതി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.